സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പല അപകടങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരാൾ മാറാട്ടക്കാരനായിട്ട് ഇതാദ്യമായിട്ടാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് സച്ചിദാനന്ദൻ മാഷാണ്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം സച്ചിദാനന്ദൻ മാഷുമായി യാതൊരു സാദൃശ്യവുമില്ലാത്ത ഞാൻ സച്ചി മാഷായിട്ട് ആൾമാറാട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിച്ചത് നിങ്ങളുടെ എല്ലാവരും സുഹൃത്തായ ശ്രീ VK ശ്രീരാമനാണ്. ഒന്നുകിൽ ഉദ്ഘാടനം നിർവഹിക്കുക, ഇല്ലെങ്കിൽ കയ്യോ കാലോ ഒടിയുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് സമ്മതിക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഇത് കേൾക്കുമ്പോൾ സച്ചി മാഷ് സംസാരിക്കുകയാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കാതിരിക്കുകയോ ചെയ്യാം. തിരിച്ച് സച്ചി മാഷോട് ഇതിനെക്കുറിച്ചൊന്നും ദയവായി പറയാതിരിക്കുക എന്ന ഒരു ചെറിയ അപേക്ഷ മാത്രമുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, ശ്രീരാമേട്ടനോട് ചോദിച്ചപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ഒരു ഗൃഹത്തിൽ വെച്ചാണ് നാലപ്പാട്ട് നാരായണ മേനോൻ 100 വർഷങ്ങൾക്ക് മുൻപ് പാവങ്ങൾ എന്ന കൃതി വിവർത്തനം ചെയ്തത്. ഇംഗ്ലീഷിൽ വലിയ അവഗാഹമൊന്നുമില്ലാതിരുന്നിട്ടും ഒരു വലിയ നിഘണ്ടു അടുത്തു വെച്ചുകൊണ്ട് പാവങ്ങൾ എന്ന ആ കൃതി വാക്കോട് വാക്ക് കമ്പോട് കമ്പ് മലയാളത്തിലേക്ക് അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഒരർത്ഥത്തിൽ ഉന്നതകുലജാതനായ സമ്പദ് സമൃദ്ധിയുള്ള ജാതി വ്യവസ്ഥയിൽ തന്നെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരമൊരു കൃതി പരിഭാഷ ചെയ്യുവാനുള്ള വളരെ ദുഷ്കരമായ ഈ ഒരു ചുമതല ഏറ്റെടുത്തത് എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. മൂസക്കുട്ടി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമകാലികരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഭാഷകരിൽ ഒരാളായ ഇന്ന് ആദരിക്കപ്പെടുന്ന ശ്രീ N. മൂസക്കുട്ടി. പരിഭാഷകൾ പല കാരണങ്ങൾ കൊണ്ടാണ് ചെയ്യപ്പെടാറ്. ഒന്ന്, ഒരു കൃതിയോടുള്ള വലിയ സ്നേഹവും അടുപ്പവും തോന്നുമ്പോൾ ആ കൃതി ഒന്ന് പരിഭാഷപ്പെടുത്തി സ്വന്തം ഭാഷയിലാക്കുകയാണെങ്കിൽ അതെനിക്കും മറ്റുള്ളവർക്കും ഗുണപ്രദമാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പരിഭാഷകൾ. പിന്നെ ചില പരിഭാഷകൾ എന്നത് ഒരു ജ്ഞാനപരമായ മണ്ഡലത്തിനകത്ത് പുതിയതായ ചില കൃതികൾ അവതരിക്കുമ്പോൾ അത് ആ ഭാഷയിൽ നിന്നും ഈ ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുകയാണെങ്കിൽ ഈ സംസ്കാരത്തിനും ഈ ഭാഷയ്ക്കും അത് മുതൽക്കൂട്ടാവും എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത്. പിന്നെ ഇന്ന് നിലനിൽക്കുന്ന മൂന്നാമത്തെ ഒരു തരം പരിഭാഷയുണ്ട്. അത് ചില പ്രത്യേക പ്രസാധകരുടെ ഇടപെടൽ മൂലം വാക്കിന് ഇത്ര പൈസ എന്ന് വെച്ച് കൊടുക്കുന്ന ചില മൂല്യശോഷണം സംഭവിച്ച പരിഭാഷകളുണ്ട്. അവയെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. പരിഭാഷ എപ്പോഴും വളരെ ക്ലിഷ്ടകരമായ ഒരു പ്രവൃത്തിയാണ്. കാരണം പരിഭാഷ എന്നത് കേവലം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നതിലേറെയായി ആ മൂലഭാഷയിലുള്ള ഓരോ പ്രയോഗത്തിൻ്റെയും ചരിത്രവും അതിൻ്റെ പുറകിൽ നിൽക്കുന്ന സംസ്കാരവും അതിനുള്ളിൽ ഗുപ്തമായി നിൽക്കുന്ന സാംസ്കാരികമായ അവബോധങ്ങളും ഒരുപക്ഷെ വൈകാരികമായ അവബോധങ്ങളും എങ്ങനെയാണ് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റിയെടുക്കുക എന്നത് വലിയ ഒരു സമസ്യ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ പാസ്സാവില്ല എന്ന് വിചാരിച്ച ഒരു കുട്ടി പരീക്ഷ എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരമ്മ അയൽക്കാരിയോട് പറയാം, അവൻ പാസ്സായി, മനസ്സ് കുളിർത്തു എന്നാണ് പറയാം. എന്നാൽ ഇംഗ്ലണ്ടിലുള്ളൊരു അമ്മ പറയാം, ഹി ഈസ് പാസ്ഡ്, മൈ ഹാർട്ട് ഈസ് വാം എന്നാണ് പറയുക. ഇവിടുത്തെ ഒരു ഉഷ്ണ കാലാവസ്ഥയിൽ, ചൂടുള്ള കാലാവസ്ഥയിൽ
സുഖപ്രദം എന്ന് നാം അനുഭവിക്കുന്ന ഒരവസ്ഥയെ നാം കുളിർമയായി കാണുമ്പോൾ വളരെ ശൈത്യമേറിയ ഒരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന ഇംഗ്ലീഷുകാരിയായ അമ്മയ്ക്ക് അവിടെ കുളിർമയല്ല അനുഭവപ്പെടുന്നത്, ഊഷ്മളതയാണ് അനുഭവപ്പെടുന്നത്. നമ്മളിവിടെ പലപ്പോഴും ഓരോ യോഗത്തിന് ഊഷ്മളമായ വരവേൽപ്പ് നൽകാറുണ്ട്. അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ചൂടെടുത്ത് സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് കുറേയും കൂടി ഊഷ്മളമായ വരവേൽപ്പ് കൊടുക്കുക. പറ്റുകയാണെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം തലയിൽ ഒഴിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം വരവേൽപ്പിന് എന്ന് പറയേണ്ടി വരും. ഫലിതത്തിനപ്പുറം ഭാഷകൾക്ക് ചരിത്രമുണ്ട്, ഭാഷയിലെ പ്രയോഗങ്ങൾക്ക് ചരിത്രമുണ്ട്, അവയ്ക്ക് ആവാസ വ്യവസ്ഥയുണ്ട്, അവയ്ക്ക് കൃത്യമായ ഒരു ക്ലൈമറ്റ് പരിസ്ഥിതിയുണ്ട്, അവയ്ക്കുള്ളിൽ ഭക്ഷണത്തിൻ്റെ സ്വാദുകളുണ്ട്, വേദനയുടെ സവിശേഷമായ രീതിശാസ്ത്രങ്ങളുണ്ട്, സന്തോഷം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ വ്യാകുലത എന്നതിനെയൊക്കെ ആവിഷ്കരിക്കുവാനുള്ള സവിശേഷമായ പ്രയോഗ മാതൃകകളുണ്ട്. ഇവയെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. ഒന്ന്, മൂലകൃതിയോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യവും, രണ്ട്, ലക്ഷ്യഭാഷയിൽ ലക്ഷ്യ വായനക്കാരിക്ക് ഇത് കൃത്യമായി സംവദിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യവും, അത് സാഹിത്യപരമായ സൗന്ദര്യശാസ്ത്രപരമായ ഒരനുഭവമായി അത് മാറുന്നുണ്ടോ എന്നും പറയുന്ന രീതിയിൽ. ഇന്നിപ്പോൾ ശ്രീ മൂസക്കുട്ടി MGS നാരായണനോടുള്ള ആദരമായിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞത് ഇന്ന് പത്രത്തിൽ രാമചന്ദ്രൻ ആണ്, PP രാമേന്ദ്രൻ മാഷാണ് അത് ഷെയർ ചെയ്തത്, വായിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പരിഭാഷകൾ ഒന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പ്രകാശന വേളയിൽ MGS നാരായണൻ പറഞ്ഞു അത്രേ, പരിഭാഷ കൃത്യമായിട്ടുണ്ട്, പക്ഷേ മലയാളത്വം പോരാ എന്ന് പറഞ്ഞു. അതൊരു പാഠമായി ഉൾക്കൊള്ളുകയും പിന്നീടുള്ള പരിഭാഷകളിലെല്ലാം ഈ മലയാളിത്തം അല്ലെങ്കിൽ മലയാളത്വം എന്നത് പരിഭാഷകളിലേക്ക് കൊണ്ടുവരുവാനായി ശ്രീ മൂസക്കുട്ടി കഠിനമായി പരിശ്രമിച്ചു എന്ന് പറയുന്നു. ഇന്നും ഞാൻ പറയാം, മൂസക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായി വിജയിച്ചു എന്നൊരു അവകാശവാദം ഒരുപക്ഷെ മൂസക്കുട്ടി പറയില്ല, ഒരു പരിഭാഷകനും പറയാൻ കഴിയില്ല. പരിഭാഷ എപ്പോഴും തോൽവിയുടെ, പരാജയത്തിൻ്റെ ഒരു പ്രയോഗമാണ്. മൂലകൃതി നാം ഏത് രീതിയിൽ അനുഭവിച്ചുവോ ആ അനുഭവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരനുഭവം പരിഭാഷയിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പരിഭാഷകർ അതിൽ സങ്കടത്തോടെ പറയും അത് നടക്കുന്നില്ല എന്ന്. അപ്പോഴുമുണ്ട് ചില പരിഭാഷകൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ യേറ്റ്സിൻ്റെ കവിതകളുടെ പരിഭാഷകൾ നോക്കിയാൽ യേറ്റ്സിനേക്കാളും സുന്ദരമാണ് ആ പരിഭാഷകൾ എന്ന് തോന്നിപ്പോകും. അത് പക്ഷെ പരിഭാഷകളല്ല, വേറൊരു നിലത്ത് അത് പുനരാഖ്യാനങ്ങളാണ്, പുനഃസൃഷ്ടികളാണ്. പരിഭാഷ എന്നതിലേറെ യേറ്റ്സിൻ്റെ കവിതയുടെ ഒരു സംസ്കാരത്തെ സ്വീകരിച്ചുകൊണ്ട് അവയെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് മലയാളത്തിൽ മറ്റൊരു കവിത എഴുതുമ്പോൾ പലപ്പോഴും ബാലചന്ദ്രൻ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയും, ഐ എം എ വെരി പാർഷ്യൽ റീഡർ. ഞാൻ വളരെ സ്വാർത്ഥമതിയായിട്ടുള്ള, അത്ര നിഷ്പക്ഷമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല. യേറ്റ്സിൻ്റെ കവിത നല്ല പരിചയമുള്ള ആളാണെങ്കിലും ബാലചന്ദ്രൻ്റെ പരിഭാഷ വായിക്കുമ്പോൾ തോന്നും ഇതാണ് ഒറിജിനൽ എന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. അത്തരത്തിലുള്ള പരിഭാഷകളുണ്ട്. ഞാൻ പറയാൻ കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വലിയ പരിചയമില്ലാത്ത ഒരു സാഹിത്യ കൃതിയെ മലയാളത്തിലേക്ക് 100 വർഷങ്ങൾക്ക് മുൻപ് നാലപ്പാട്ട് നാരായണ മേനോൻ ഇവിടെ വളരെ അടുത്തിരുന്ന് അത് പരിഭാഷപ്പെടുത്തി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് എന്തായിരിക്കും എന്നൊരു ചോദ്യം. ഇവിടെ MLA സൂചിപ്പിച്ചു, കർഷക സമരത്തിൻ്റെയും ഒരർത്ഥത്തിൽ സാധാരണക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള, മനുഷ്യൻ എന്ന ബോധത്തെക്കുറിച്ചുള്ള ഉയർന്നു വരുന്ന ഒരു താത്വികവുമോ അല്ലെങ്കിൽ അവബോധപരമോ ആയ ഒരു വികാസത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കാം, അത് സംശയമില്ല. ആ നിലയ്ക്ക്
മലയാളികൾക്ക് പാവങ്ങൾ എന്ന പുസ്തകം വായിക്കുന്നത് ജ്ഞാനപരമായ തന്നെ അറിവുപരമായി തന്നെ വളരെ പ്രയോജനം ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തിലായിരുന്നിരിക്കണം അദ്ദേഹം അത് ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ മുഖവുരയായി അല്ലെങ്കിൽ മുൻനുരയായി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പതിപ്പിൽ. കേരളത്തിലെ പാവങ്ങൾക്ക്, അല്ലെ, കേരളത്തിലെ പാവങ്ങൾക്ക് സമർപ്പണം കേരളത്തിലെ പാവങ്ങൾക്കാണ്. ആ സമർപ്പണത്തിൽ തന്നെ ഒരുപക്ഷെ ആ പുസ്തകത്തിൻ്റെ ആ പരിഭാഷയുടെ മുഴുവൻ സത്തയും ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യൂറോപ്പിലുണ്ടായ പാവങ്ങളുടെ വലിയ വിപ്ലവവും അതിനെ തുടർന്നുള്ള വലിയ സാമൂഹിക മാറ്റങ്ങളും ജനാധിപത്യപരമായ ഒരു ക്രമത്തിൻ്റെ സൃഷ്ടിയും അതിനെ തുടർന്ന് തന്നെ വലിയ തോതിൽ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലുണ്ടായ മാറ്റങ്ങളുമെല്ലാം കേരളത്തിലും നടക്കേണ്ടതാണ് എന്ന വ്യക്തമായ ബോധം ആ സമർപ്പണത്തിൽ നിൽക്കുന്നുണ്ട്. യൂറോപ്പിൽ യഥാർത്ഥത്തിൽ ഈ വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബിലെ എന്ന നോവൽ രചിക്കപ്പെടുമ്പോൾ അതിനു മുമ്പ് ഫ്രഞ്ചിൽ നോവലുകളുണ്ട്. പ്രത്യേകിച്ച് വോൾട്ടയറിൻ്റെ കാൻഡിഡ് മുതലായ നോവലുകളുണ്ട്. പക്ഷേ ആ നോവലുകളുടെ പൊതു സ്വഭാവം നോക്കുന്നതായാൽ അധിക പങ്കും ഒരു മധ്യവർഗ അല്ലെങ്കിൽ ഉപരിവർഗ ജീവിതത്തിൻ്റെ ഏടുകളായിട്ടാണ് പലപ്പോഴും ആ നോവലുകളുടെ സ്വഭാവം കാണാൻ കഴിയുക. അവയുടെ ഇതിവൃത്തങ്ങൾ അല്ലെങ്കിൽ പ്രമേയങ്ങൾ എന്ന് പറയുന്നത് അധിക പങ്കും പ്രേമം, സ്നേഹം, കുടുംബജീവിതം, ചെറിയ രീതികളിലുള്ള പാപത്തിൻ്റെയും പിഴകളുടെയും കഥകൾ, കുറ്റത്തിൻ്റെ കഥകൾ എന്ന രീതിയിൽ ഒരു വളരെ ചെറിയ വിഭാഗം, സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ജീവിതത്തെ മാത്രം സംബോധന ചെയ്തിരുന്ന അല്ലെങ്കിൽ അവയെ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്ന ഒരു ഭാവുകത്വമാണ് പൊതുവെ യൂറോപ്പിൽ ഹ്യൂഗോന് മുമ്പുള്ള നോവലുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എഴുതുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 1798 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നാം എല്ലാം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായി പരിഗണിക്കുന്ന ഫ്രഞ്ച് വിപ്ലവം, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഇന്നും നമ്മുടെ മനസ്സുകളിൽ പ്രതിധ്വനിക്കുന്ന ആ 3 മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ആ 3 മാനുഷിക തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആ വിപ്ലവം ഒരർത്ഥത്തിൽ ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഈക്വാളിറ്റി എന്നാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിലും അത് സാധാരണക്കാരൻ്റെ വിപ്ലവമാണ് എന്ന് നാം വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴും അടിസ്ഥാനപരമായി അത്തരത്തിലുള്ള വിപ്ലവമായിരുന്നില്ല അത്. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് മാത്രമായിരുന്നു. വിപ്ലവകാരികളായിരുന്നവർ അധിക പങ്കും ഒന്നുകിൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗികളായ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ സൈന്യത്തിലുണ്ടായിരുന്ന ബുദ്ധിയുള്ള ആളുകളോ അല്ല എന്നുണ്ടെങ്കിൽ ചില അവസ്ഥകളിൽ മൊണാർക്കിസ്റ്റ് ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ രാജഭരണത്തിൻ്റെ ഒപ്പം നിന്നിരുന്ന എന്നാൽ അതുമായി അസ്വരസങ്ങൾ രൂപീകരിച്ച ചിലരുമായിരുന്നു പ്രധാനമായും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ രീതി തന്നെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി ഒരായുധം ആ ആയുധത്തിൻ്റെ ഉപയോക്താവിനെ തന്നെ സ്വയം ഗ്രസിക്കുന്ന രീതിയിലേക്ക് ആയുധം, ഓസ്ട്രേലിയയിലെ ബൂമറാങ് എന്ന് പറയുന്നൊരു ഒരു 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 ആയുധമുണ്ട്. അത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയാണോ ഛേദിക്കേണ്ടത്, ശത്രുവിനെയാണ് കൊല ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കൊലയ്ക്ക് ശേഷം അത് തിരിച്ച് സ്വന്തം കയ്യിലേക്ക് മടങ്ങി വരുന്ന ഒരായുധമാണത്. പക്ഷേ ഇത് പ്രയോഗിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ ഇത് മടങ്ങി വരവിൽ കയ്യിലേക്കല്ലാത്ത സ്വന്തം ഗളത്തിലേക്ക് തന്നെയായിരിക്കും അത് സ്വന്തം നിഗ്രഹത്തിൽ അവസാനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പലപ്പോഴും വിമർശനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും സ്വഭാവങ്ങൾ അത്തരത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയാം. ആരംഭിക്കുന്നതിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ആരംഭിച്ചവരെ തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവത്തിൻ്റെ ചാക്രിക സ്വഭാവം ഫ്രഞ്ച് റവല്യൂഷനിലുണ്ട്. ഡാന്റൻ്റെ മരണത്തിലും റോബസ്പിയറുടെ മരണത്തിലും ഒക്കെ കാണുന്നത് ഇത്തരത്തിൽ തുടക്കം കുറിച്ചവർ തന്നെ പിന്നീട്
ആ ഒരു വിപ്ലവ യന്ത്രത്തിന് അടിപ്പെട്ട് അരഞ്ഞു തീരുന്ന ഒരു സംഗതി. പക്ഷെ ദുഃഖകരമായ കാര്യമെന്നത് ആ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം പിന്നീട് അവിടെ സംജാതമായത് മറ്റൊരു തരത്തിലുള്ള രാജഭരണമായിരുന്നു. നെപ്പോളിയൻ്റെ മൊണാർക്കിസ്റ്റ് ആയ ഭരണമായിരുന്നു. ആ ഭരണം തന്നെ വാട്ടർലൂ എന്ന യുദ്ധത്തിൽ അവസാനിച്ചതിന് ശേഷമാണ് വീണ്ടും മറ്റൊരു രീതിയിലുള്ള, ഒരുപക്ഷെ മുൻപുണ്ടായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അത്രയും ശക്തമായ, അത്രയും രക്തരൂഷിതമായ രീതിയിലല്ലാതെ തന്നെ വളരെ അടിത്തട്ടിൽ നിന്നും ഉണ്ടായി വന്നുകൊണ്ടിരുന്ന ഒരു മാറ്റത്തിൻ്റെ, ഒരു പരിവർത്തനത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് വിക്ടർ ഹ്യൂഗോ തന്നെ പറഞ്ഞു, ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ദിസ് ഇസ് എ ടൈം ഫോർ തോട്ട് ആൻഡ് ഫോർ റീകൺസിഡറേഷൻ. വീണ്ടും ചിന്തയ്ക്കും പുനർചിന്തയ്ക്കുമുള്ള ഒരു കാലമാണ് ഇന്നിന് സംജാതമായിരിക്കുന്നത്. ആ പുനർചിന്തയുടെ, ചിന്തയുടെ ഒരു സാധ്യതയായിട്ടാണ് ഒരർത്ഥത്തിൽ വിക്ടർ ഹ്യൂഗോയുടെ ഈ നോവൽ തന്നെ വരുന്നത്. യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊരു നോവൽ മാത്രമല്ല. നോവൽ നമ്മൾ എളുപ്പത്തിൽ പേരിട്ട് വിളിക്കുന്നു. ഇതൊരേ സമയം ഇത് നോവലാണ്, പക്ഷേ അതേസമയം ഇതൊരു ഇതിഹാസ കാവ്യമാണ്, അതേസമയം ഇതൊരു ക്രോണിക്കിളുമാണ്. ഒരുപക്ഷെ നോവൽ എന്ന് അന്ന് വരെ വിളിച്ചിരുന്ന, അന്ന് വരെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യേക സാഹിത്യ സരണിയുടെ അതിർവരമ്പുകളെ ഭേദിക്കുന്ന രീതിയിലുള്ള ഒരു കൃതിയായി വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബെലെ മാറുന്നതിന് കാരണം ഈ മൂന്ന് തലത്തിലുള്ള വ്യവഹാരങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒന്നായിട്ട് ഈ നോവൽ മാറുന്നു എന്നതുകൊണ്ടാണ്. ഒരു വശത്ത് നോവലിൻ്റെ സവിശേഷതയായ ആഖ്യാനം എന്നത് കൃത്യമായി അതിനകത്തുണ്ട്. പക്ഷേ ആ ആഖ്യാനം എന്നത് കേവലം സവിശേഷമായ ഒരു കഥയിലേക്കോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഉപകഥകളിലേക്കോ മാത്രം ചുരുങ്ങുന്നതിന് പകരം വളരെ ബൃഹത്തായ ഒരു ആഖ്യാന സ്ഥലിയെ മുഴുവനും ക്രോഡീകരിച്ച് സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു ഇതിഹാസത്തിൻ്റെ തലത്തിലേക്ക് ഉയരും പോലെ ഒരു കാലത്തെ മുഴുവൻ, ഒരു ജനതയെ മുഴുവൻ, ഒരു സംസ്കാരത്തെ മുഴുവനും രേഖപ്പെടുത്തുവാനുള്ള വലിയ ഒരു ശ്രമമായിട്ട് ലാ മിറാബെലെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു ഇതിഹാസം എന്ന പേരിൽ വിളിക്കുന്നത്. ചില ദിക്കുകളിൽ വിക്ടർ ഹ്യൂഗോ തന്നെ പറയുന്നുണ്ട്, ദി എപ്പിക് ഈസ് പ്രോബബ്ലി ഗോയിങ് ഔട്ട് ഓഫ് ഹാൻഡ്. കയ്യിൽ അദ്ദേഹം എഴുതുന്നതിനെ കുറിച്ച് സ്വയം ഉള്ള അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്, ദി എപ്പിക് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ഹാൻഡ്. പുരാണം കൈവിട്ടു പോകുന്നു, എൻ്റെ കൈവിട്ടു പോകുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ കൈവിട്ടു പോകലുകളിൽ ഉണ്ടാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ പലപ്പോഴും കഥയിൽ ഒട്ടുമേ പ്രാധാന്യമുണ്ട് എന്ന് കൽപ്പിക്കാൻ കഴിയാത്ത, കഥയുടെ പ്രാഥമികമായ ലക്ഷ്യങ്ങൾക്കോ പ്രമേയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില വിഷയങ്ങളെക്കുറിച്ച് ചാപ്റ്ററുകളോളം നീളുന്ന ചർച്ചകൾ ഉണ്ടാകുന്നു. ഒരു ഉദാഹരണം, പാരീസിലെ സ്യൂയേജ് പൈപ്സ്, താഴെയുള്ള അടിയിൽ കിടക്കുന്ന ഈ പാരീസ് നഗരത്തിന് കീഴെയുള്ള, എന്താണ് ഇതിന് മലയാളം പറയുക, ഈ ഒഴുക്ക് ചാലുകൾ, ഒഴുകിപ്പോകുന്ന ചാലുകൾ. ഇത് വളരെ എക്സ്റ്റെൻസീവായിട്ടൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിലൂടെ അഴുക്ക് വെള്ളം ഒഴുകിപ്പോവുകയും അത് കടലിലേക്ക് പോവുകയും ചെയ്യുമ്പോഴും പലപ്പോഴും കുറ്റവാളികളുടെയും കൊലയാളികളുടെയും വേശ്യകളുടെയും അല്ലെങ്കിൽ സാമാന്യ ജീവിതത്തിൻ്റെ, സംസ്കാരമുള്ള ജീവിതത്തിൻ്റെ, നാഗരിക ജീവിതത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്ന, അടഞ്ഞുകിടക്കുന്ന, പുറമേക്ക് കാണാൻ കഴിയാത്ത ഒരു അടിത്തട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സ്യൂയേജ് ഏരിയ മുഴുവൻ. മുലാൻ റൂഷ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു നോവലിൽ ഒരു ജീവിതകഥ, തുലോസ് ലോട്രെക് എന്ന, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിചയമുള്ള ഒരു ചിത്രമുണ്ടാവും. ഫ്രഞ്ച് കാൻ ഡാൻസേഴ്സ് നൃത്തം ചെയ്യുന്ന, വലിയ ഹൂപ്ല സ്കേർട്ടുകൾ എടുത്തെറിഞ്ഞുകൊണ്ട് നൃത്തം ചെയ്യുന്ന ചിത്രം വരച്ച തുലോസ് ലോട്രെക് ഒരു കൂനനായിരുന്നു. ശരീരത്തിന് പലതരത്തിലുള്ള വൈകൃതങ്ങളുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ കാണാൻ പോലും ഇഷ്ടമായിരുന്നില്ല.
അദ്ദേഹം അങ്ങനെ ഒരു മകനുണ്ട് എന്ന കാര്യം പൂർണ്ണമായി നിരസിക്കുകയാണ് ഉണ്ടായത്. അമ്മ ഒരു വിധത്തിൽ ഇവനെ വളർത്തിക്കൊണ്ടുവരുന്നു. കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു ഇവന് ചിത്രകലയിൽ വലിയ പ്രാവീണ്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്നറിഞ്ഞ് ചിത്രകല അഭ്യസിപ്പിക്കാനായിട്ട് വിടുന്നു. അതിലാണ് അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, 6 കൊല്ലം കൊണ്ട് 30,000 കുതിരത്തലകളാണ് വരച്ചത്. രാവിലെ പോയാൽ കുതിരയുടെ തല വരയ്ക്കലാണ്. വരച്ച് ആദ്യം പെൻസിൽ കൊണ്ട്, പിന്നെ കാർബൺ കൊണ്ട്, പിന്നെ ബ്രഷ് കൊണ്ട്, ഓരോ തരത്തിലുള്ള ആയുധങ്ങൾ, ഓരോ തരത്തിലുള്ള മീഡിയകളിൽ ഈ കുതിരത്തല വരയ്ക്കലാണ്. ചുരുക്കത്തിൽ ഉറക്കത്തിൽ പോലും കുതിരത്തല വരയ്ക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ബോറടിച്ച് അസഹനീയമായി ഇനി ഈ പരിപാടി തുടരാനില്ല എന്ന് വരെ തീരുമാനിച്ച അവസ്ഥയിലാണ് തുലൂസ് ലോട്ടർക്ക് മനസ്സിലാക്കുന്നത് ഇതുവരെ ചെയ്തത് എന്തിനായിരുന്നു എന്ന്. ഒരു കുതിരയുടെ തലയിൽ വരയ്ക്കാവുന്ന രേഖകളുടെ സമസ്ത സാധ്യതകളുമുണ്ട്. നേർവഴ തൊട്ട് ചക്രമായി മാറുന്ന, വൃത്തമായി മാറുന്ന ഏത് തരത്തിലുള്ള വളവുകളും ഏത് തരത്തിലുള്ള ആംഗിളുകളും മറ്റൊരു സഹായമില്ലാതെ, അളവില്ലാതെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനായിട്ടുള്ള പരിശീലനമായിരുന്നു ഈ 30,000 കുതിരത്തലകൾ വരച്ചത്. ഇവിടെ കഥകളിക്കാരും കൂടിയാട്ടക്കാരും ഒക്കെ ആവർത്തിച്ച് കലാസം ചവിട്ടി അവസാനം അത് ശരീരത്തിൽ തന്നെ നിക്ഷിപ്തമായി മാറുന്ന പോലെ ചിത്രകലയ്ക്കകത്ത് ഇത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതി. തുലൂസ് ലോട്ടറിക്ക് താമസിച്ചിരുന്നത് വേശ്യകൾക്കൊപ്പം ഈ സൂയച്ച് ഏരിയയിലായിരുന്നു. വളരെ അടുപ്പമായിരുന്നു വേശ്യകളുമായിട്ട്. കാരണം അന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് പൈസ എന്ന് പറയുന്നതും ഒട്ടും കയ്യിലുണ്ടാവില്ല. അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തിരുന്നതും അവരെ സഹായിച്ചിരുന്നതും രാത്രി സ്വന്തം ക്ലയൻസ് പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാനായിട്ട് സ്ഥലം കൊടുത്തിരുന്നതും ഈ വേശ്യകളായിരുന്നു. ശരിക്കുള്ള സൗഹൃദം എന്ന് പറയുന്നത് പലപ്പോഴും അതിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്, ലൈംഗിക ബന്ധമൊന്നുമില്ല അതിനകത്ത്, പൂർണ്ണമായ സൗഹൃദത്തിൻ്റെ പേരിലാണ്. ഒരർത്ഥത്തിൽ കലാകാരന്മാരും വേശ്യകളും കള്ളന്മാരും കൊലപാതകളും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ലോകം, യൂറോപ്പിനകത്ത് തന്നെ, പാരീസിനകത്ത് തന്നെ മറ്റൊരു ലോകം, ഈ ലോകവുമായി പുറത്തു കാണുന്ന ലോകവുമായി ബന്ധമില്ലാത്ത, എന്നാൽ അവർക്ക് അവരുടേതായ ധാർമ്മികതയും അവരുടേതായ സത്യസന്ധതയും അവരുടേതായ സഹാനുഭൂതിയും അവരുടേതായ സംസ്കാരവുമുള്ള ഒരു ജനത, ഒരു പക്ഷേ ഈ ഭൂമിക്കടിയിൽ ജീവിച്ചിരുന്ന ഒരു ജനത. ആ ജനതയുടെ സാന്നിധ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം 17ഓളം ചാപ്റ്ററുകളിലായി സ്യൂവേജ് കനാൽസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് പണിതിരിക്കുന്നത്, അതിലെവിടെയെല്ലാം ആളുകൾക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കും, എവിടെ നനവില്ലാതെ ഇരിക്കാൻ സാധിക്കും എന്നതൊക്കെ അതിദീർഘമായി മെറ്റിക്കുലസ് കെയർ എന്ന് പറയില്ലേ, സൂക്ഷ്മമായ കാഴ്ചയോടുകൂടി അദ്ദേഹം ഇതിൽ എഴുതി വയ്ക്കുന്നു. ഈ ഒരു എഴുത്തിൻ്റെ സമ്പ്രദായം അവിടെയാണ് ഒരു പക്ഷേ അന്നത്തെ ക്രോണിക്കിൾസ് എന്ന് പറയുന്ന ഒരു വ്യാവഹാരിക രീതിയുടെ പ്രാധാന്യം വരുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ കാലം മാറുന്നു എന്നുള്ള ഒരു ബോധം കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇന്ന് കാണുന്നത് പലതും നാളെ കാണാൻ സാധ്യമല്ല എന്നുള്ള ബോധം കൊണ്ടായിരിക്കണം, പല ആളുകളും, സാധാരണക്കാരായ പല ആളുകളും, എഴുത്തുകാരെന്നോ കലാകാരന്മാരെന്നോ പ്രത്യേകിച്ച് എന്തെങ്കിലും അവകാശവാദങ്ങളൊന്നുമില്ലാത്ത പലരും ക്രോണിക്കിൾസ് എഴുതിയിരുന്നു. അതിലൊരു ഉദാഹരണം എന്ന് പറയുന്നത് വാൻ ഡോൺ എന്ന് പറഞ്ഞ ആംസ്റ്റർഡാമുകാരൻ ആംസ്റ്റർഡാമിൻ്റെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതാണ്. അന്ന് പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് പഴയ കെട്ടിടങ്ങൾ പലതും പൊളിച്ചു കളയുകയും പുതിയ കെട്ടിടങ്ങൾ പണിയുകയും ചെയ്യുമ്പോൾ പഴയ കെട്ടിടത്തിൻ്റെ ചിത്രങ്ങൾ, അത് പൊളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ, പുതിയ കെട്ടിടം പണിയുന്നതിൻ്റെ ചിത്രങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ഈ ക്രോണിക്കിൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് വാക്കുകളും അധികം ചിത്രങ്ങളുമായിട്ടുള്ള ഒരു ബൃഹത്തായ ക്രോണിക്കിളാണ്. അതിലൂടെ മറിച്ചു നോക്കിയാൽ ഒരു 30 വർഷം കൊണ്ട് ആംസ്റ്റർഡാമിൻ്റെ സ്കൈലൈൻ, ആംസ്റ്റർഡാമിൻ്റെ കെട്ടിടത്തിൻ്റെ രീതി, ആർക്കിടെക്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെ മാറി എന്നുള്ള രേഖാമൂലമായിട്ടുള്ള ഒരു റെക്കോർഡാണ് അത്. ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ പലരും ചെയ്തിട്ടുണ്ട്.
മരപ്പണിക്കാർ ചെയ്തിട്ടുണ്ട്, ഇരുമ്പ് പണിക്കാർ ചെയ്തിട്ടുണ്ട്, ബിയർ ഉണ്ടാക്കുന്ന ബ്രൂവേഴ്സ് അവർ ഈ മാറി വരുന്ന കാര്യങ്ങളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും കലാപരമായ ഒരു സൃഷ്ടിയാണ് എന്ന ബോധത്തിലേക്കാൾ ഉപരിയായി പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ, ഒരു പ്രത്യേക വ്യവഹാര മേഖലയിൽ ഏർപ്പെടുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ക്രോണിക്കിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് 3 നൂറ്റാണ്ടോളം അവിടെ തുടർന്നിരുന്നു. വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബിലയിലും ഈ ഒരു ക്രോണിക്കിളിൻ്റെ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. അത് നിയമവ്യവസ്ഥയെക്കുറിച്ചാണെങ്കിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കനാലുകളെ കുറിച്ചാണെങ്കിലും, അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകളെ കുറിച്ചാണെങ്കിലും, അല്ല ഇന്നുകളെ കുറിച്ച് ആൾക്കാർ വന്ന് താമസിച്ചിരുന്ന ഇപ്പോൾ ട്രവലിയേഴ്സിൻ്റെ ഇല്ലിനെ കുറിച്ചൊക്കെയുള്ള വരുന്ന വിവരണങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഓരോ സവിശേഷമായ മേഖലയെ ഈ കഥയുമായി നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതി. ഇതൊരു പക്ഷേ ഇതിഹാസത്തിൻ്റെ ഡൈഗ്രഷൻസിൻ്റെ സ്വഭാവം കാണാം. ഭാരതവും രാമായണവും അല്ല എന്നുണ്ടെങ്കിൽ ഹോമറിൻ്റെ ഇലിയഡോ അല്ലെങ്കിൽ ഒഡീസിയോ ഒക്കെ വായിക്കുന്നതായാൽ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്കും, പിന്നെ മറ്റൊരു കഥയിലേക്കും, മറ്റൊരു കഥയിലേക്കും ഇങ്ങനെ ശാഖാചംക്രമണത്തിൻ്റെതായ പരമ്പരകളിലൂടെ കടന്നുപോയി തിരിച്ച് മൂലകഥയിലേക്ക് എത്തുന്ന, കൊടുങ്ങല്ലൂർ കുഞ്ഞൂട്ട് തമ്പുരാന്റെ പരിഭാഷയിൽ പറയുകയാണെങ്കിൽ അതിന് ഉദാഹരണമായി ചൊല്ലാറുണ്ട് ഈ പഴങ്കഥ എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെ പഴങ്കഥയുണ്ട്, പിന്നെ ആ കഥയിലേക്കാണ് പോകുന്നത്. ആ കഥ നീണ്ടു പോയി കുറെ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ഇത് ഭാരതത്തിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞല്ലോ, വേറെ എവിടെയൊക്കെ എത്തിക്കഴിഞ്ഞല്ലോ, പിന്നെ തിരിച്ച് നമ്മൾ ആദ്യം ഭാരതത്തിലേക്ക് വരുന്നു. ഇത്തരം ഡൈഗ്രഷൻസ്, വഴിമാറലുകൾ, പുതിയ കഥകൾ വരികൾ, കഥയ്ക്ക് അകത്തുള്ള കഥകൾ ഉണ്ടാവൽ, അതിനകത്ത് വീണ്ടും കഥകൾ ഉണ്ടാവൽ എന്ന് പറയുന്ന ഒരു എപ്പിക് സ്ട്രക്ചർ, ഒരു ഇതിഹാസ ഘടന എന്നത് കൃത്യമായി ലാ മിറാബിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഒരു പക്ഷേ നോവലിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു തലം എന്നത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൊതുവെ ഏത് ഭാഷയിലും നോവലുകൾ ആദ്യകാലത്ത് ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് ഒരു സത്യമായി നമുക്കറിയാൻ കഴിയും. കാരണം ചരിത്രത്തിൻ്റെ കഥയും നോവലിൻ്റെ കഥയും തുടക്കത്തിൽ ഒന്ന് തന്നെയായിരുന്നു. ഒരുവിധം എല്ലാ ഭാഷകളിലും അതെ, ആദ്യം എഴുതപ്പെട്ടത് ചരിത്ര നോവലുകളായിരുന്നു. നമ്മുടെ CV രാമൻപിള്ളയുടെയും അല്ലെങ്കിൽ ഐവൻഹോ മുതലായ വാൾട്ടർ സ്കോട്ടിൻ്റെ നോവലുകളൊക്കെ. അപ്പം ചരിത്രം പറയുക നോവലിലൂടെ കുറച്ച് ഒരു ഭാവനാംശവും കൂടി കൂട്ടിച്ചേർത്ത് ചരിത്രം പറയുക എന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ, പിന്നീട് ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ പൂർണ്ണമായി വികസിച്ചതോടെ ചരിത്രത്തിൽ നിന്നും നോവൽ നിഷ്ക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ലാ മിറാബിലയിലുള്ള പ്രധാനപ്പെട്ട സ്വഭാവം എന്നുള്ളത് ചരിത്ര നോവൽ എന്ന് പറയുന്നതിനെ പുനരാവിഷ്കരിക്കുന്ന, അതിനെ പുനർനിർണയിക്കുന്ന ഒരു നോവലായിട്ട് അത് മാറുന്നു. ആരുടെ ചരിത്രമാണ് എഴുതപ്പെടുന്നത്? അതുവരെ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ തന്നെ രാജാക്കന്മാരുടെയും രാജകുടുംബങ്ങളുടെയും അല്ലെങ്കിൽ ഉന്നത കുലജാതരായവരുടെ കുടുംബങ്ങളുടെയും അധികാരത്തിലുണ്ടായിരുന്നവരുടെ കുടുംബങ്ങളുടെയും അവരുടെ കഥകളായിരുന്നു എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ളവരുടെ ചരിത്രത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിച്ചിരുന്ന, സമൂഹത്തിൻ്റെ ഏറ്റവും ഒരുപക്ഷെ പാർശ്വവൽകൃതർ എന്ന് നാം ഇന്നത്തെ ഭാഷയിൽ ഉപയോഗിക്കുന്നവരുടെ ചരിത്രങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ നോവൽ, ചരിത്രപരമായ നോവലാണ്. പക്ഷെ വ്യത്യസ്തമായ ഒരു ചരിത്രപരമായ നോവലാണ്. അവിടെ തന്നെയാണ് ഇത് പാവങ്ങളുടെ ചരിത്രമായിട്ട് മാറുന്നത്, ദരിദ്രരുടെ ചരിത്രമായിട്ട് മാറുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ, അവർ നേരിടുന്ന സമസ്യകളുടെ, അവർക്ക് ഒരിക്കലും രക്ഷ തേടാൻ കഴിയാത്ത അവസ്ഥകളുടെ, എത്ര ശരി ചെയ്താലും, ശരി ചെയ്യാൻ ശ്രമിച്ചാലും വീണ്ടും തെറ്റിലേക്ക് തന്നെ വഴുതി വീഴുന്ന, അല്ലെങ്കിൽ തള്ളപ്പെടുന്ന, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിൻ്റെ വളരെ സൂക്ഷ്മമായ പഠനമായിട്ട് ഇത് മാറുന്നു.
ഇതിന് ശേഷം രാമേന്ദ്ര മാഷും സുനിലും ഒക്കെ ഇതിൻ്റെ ധാർമ്മികതയും മറ്റു വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ ലാ മിറാബലെ എന്നുള്ള ഇംഗ്ലീഷ് നോവലിൻ്റെ ആ ഒരു ഫ്രഞ്ച് നോവലിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ആവർത്തനം ഇല്ലാതിരിക്കാൻ. പക്ഷെ അതിലൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഴാൻ വാൾഴാൻ എന്നുള്ള ഇതിലെ മുഖ്യ കഥാപാത്രം ഭൂതകാലത്താൽ വേട്ടയാടപ്പെടുന്ന ഒരുവനാണ്. ഉടനീളം ഒരു കാലത്ത് കുറ്റവാളിയായിരുന്നു, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, എവിടെയും താമസിക്കാൻ ഇടം കിട്ടാതെ നിവൃത്തിയില്ലാതെ വീണ്ടും കളവിലേക്ക് മടങ്ങുന്നു പുരോഹിതൻ്റെ വീട്ടിൽ നിന്നും. ആ പുരോഹിതൻ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് അയാൾക്ക് മെഴുകുതിരി കാലുകൾ കൂടി കൊടുത്ത് അയച്ചതിന് ശേഷവും ഔട്ട് ഓഫ് ഫോഴ്സ് ഓഫ് ഹാബിറ്റ്, ആ വാക്ക് എത്ര ശ്രദ്ധേയമായ വാക്കാണ് എന്നാലോചിച്ച് നോക്കൂ. ഇംഗ്ലീഷിൽ പരിഭാഷ അതാണ് പറയുന്നത്. ഔട്ട് ഓഫ് ഫോഴ്സ് ഓഫ് ഹാബിറ്റ്, ശീലത്തിൻ്റെ തള്ളൽ കൊണ്ട്. മറ്റൊരു ജീവിതം അറിയാത്ത ഒരാളാണ്, ഒരു തൊഴിൽ നേടാൻ നിവൃത്തിയില്ല, സാമാന്യം പോലെ മനുഷ്യർക്ക് താമസിക്കാവുന്ന സ്വസ്ഥമായി ജീവിക്കാവുന്ന ഒരു ഇടം കിട്ടാൻ സാധ്യതയില്ല, ബഹുമാനത്തോടുകൂടി പെരുമാറപ്പെടാൻ സാധ്യതയില്ല, ആരും അംഗീകരിക്കാൻ സാധ്യതയില്ല. അവൻ അറിയുന്ന ഒരേ ഒരു തൊഴിൽ മോഷ്ടിക്കലാണ്. അപ്പോൾ നേരെയാവാൻ ആവശ്യപ്പെട്ട് നേരെയാവാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ഇറങ്ങിത്തിരിഞ്ഞ ഴാൻ വാൾഴാൻ ഒരു 60-30 ദിവസവും അയാൾ ഒരു കുട്ടിയിൽ നിന്നും മോഷ്ടിക്കുന്നു. ഔട്ട് ഓഫ് ഫോഴ്സ് ഓഫ് ഹാബിറ്റ്. എങ്ങനെയാണ് ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത്, വർഷങ്ങളിലൂടെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ജീവിത സാഹചര്യം എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ, ഒരു കഥാപാത്രത്തെ, അയാളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് എന്നും അതിൽ നിന്നും വിടുതൽ നേടുക, വിമുക്തി നേടുക എന്നത് പറയുന്ന പോലെ എളുപ്പമല്ല എന്ന് പറയുന്ന വളരെ വളരെ ലളിതമായൊരു സത്യം അവിടെ പുറത്തു വരുന്നു. ഈ 30 സൗ മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് ബാക്കിയുള്ള ഈ നോവലിൽ മുഴുവനും ഈ ഴാൻ വാൾഴാൻ വേട്ടയാടപ്പെടുന്നത്. നിയമപരമായി അയാൾ ചെയ്തിരിക്കുന്ന ആ കുറ്റത്തിന് അയാൾ പിഴയൊടുക്കേണ്ടിയിരിക്കുന്നു, പാപത്തിന് അയാൾ പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ മാലാഖയായിട്ട് വരുന്നത് ജാവേർട്ട് എന്ന് പറയുന്ന പോലീസുകാരനാണ്. ഉടനീളം ഇയാളെ സംശയദൃഷ്ടിയോടുകൂടി തന്നെ നോക്കുകയും പിന്തുടർന്നു പോവുകയും ഒരു ഘട്ടത്തിൽ ഇത് ഴാൻ വാൾഴാൻ ആണ് എന്ന് ഒരാളെ രക്ഷിച്ചപ്പോൾ ഒരു വലിയ ഒരു കാളവണ്ടി പോലെയുള്ള വണ്ടി ഉയർത്തി മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ശക്തിയോടുകൂടി അത് ചെയ്തു കഴിയുമ്പോൾ ഇത് ഴാൻ വാൾഴാൻ തന്നെയാണ് എന്ന് ജാവേർട്ടിന് ഉറപ്പാവുകയും എന്നിട്ട് ഇയാളുടെ പേര് പോലീസ് അധികാരികൾക്ക് കൊടുക്കുകയും ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് ജാവേർട്ട് പറയുന്നു, അല്ല എനിക്ക് തെറ്റിപ്പോയിട്ടോ, ശരിക്കുള്ള ഴാൻ വാൾഴാനെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വീണ്ടും ധാർമ്മികമായിട്ടുള്ള ഒരു ഡിലമ, സംഘർഷം വരികയാണ്. ചെയ്തത് ഞാനാണ് തെറ്റ് എന്നറിയുന്ന ഴാൻ വാൾഴാൻ എനിക്ക് പകരം അത് അടച്ചു വെച്ച് മൂടിവെച്ച് ഇത്രയും കാലം ജീവിച്ചിട്ട് മേയർ വരെ ആയി കഴിഞ്ഞിട്ടുള്ള ഴാൻ വാൾഴാനിന് വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക സംഘർഷം, ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തം വരുന്നു. അവിടെ വേറൊരാൾ എനിക്ക് പകരം ശിക്ഷിക്കപ്പെടുക, ഇത് ഞാൻ മിണ്ടാതെ കണ്ടു നിൽക്കുക സാധ്യമാണോ? സാധ്യമല്ല എന്നതുകൊണ്ട് അദ്ദേഹം സ്വയം പോയി ഞാനാണ് കുറ്റക്കാരൻ എന്നേറ്റു പറയുന്നു. ഇവിടെ രണ്ടർത്ഥത്തിൽ, സാമൂഹികമായ ധാർമ്മികത എന്ന അർത്ഥത്തിലും വ്യക്തിപരമായ ധാർമ്മികത എന്ന അർത്ഥത്തിലും ഈ നോവൽ ഒരുപക്ഷെ ഈ ധാർമ്മികതയുടെ ചോദ്യത്തെ അതിൻ്റെ ഏറ്റവും പരമാവധി അതിൻ്റെ അതിർവരമ്പുകൾ വരെ കൊണ്ടുപോകുന്നു. ആ ഡിസിഷൻ അല്ലെങ്കിൽ ആ ചോദ്യം എന്നത് ജാവേർട്ട് എന്ന് പറയുന്ന ആ പോലീസുകാരൻ ധാർമ്മികതയുടെ ആളാണ്. ഏത് നിലയ്ക്ക്? നിയമം ധാർമ്മികമാണ് എന്നുണ്ടെങ്കിൽ ധാർമ്മികതയുടെ ആളാണ്. ഹി റെപ്രസെൻറ്റ്സ് ദ ലോ. നിയമം കൃത്യമായി നടപ്പിലാക്കുക എന്ന അർത്ഥത്തിൽ അയാൾ ശ്രമിക്കുന്നത് ശരിയാണെന്ന് അംഗീകരിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, അയാളോട് നമുക്ക് എത്ര വെറുപ്പ് തോന്നിയാലും. പക്ഷേ
ആ നിയമം ശരിയാണ്, അതുപ്രകാരം ജാൻ വാൾജോൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന ഉത്തമ വിശ്വാസത്തിൽ അതിനെ പിന്തുടർന്ന് പോയി അവസാനം ആരാണ് യഥാർത്ഥത്തിൽ ജാൻ വാൾജോൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ജാവേർട്ടിന് ബാക്കിയാവുന്നത് ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ. പോലീസുകാരനായിട്ട്, ശരിയായ പോലീസുകാരനായി താൻ തുടരണമെന്നുണ്ടെങ്കിൽ ജാൻ വാൾജോനെ പിടിച്ചു കൊടുക്കണം. ശരിയായ മനുഷ്യനായിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കണം. അദ്ദേഹം അവസാനം ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ ഈ ഈ നോവലിൽ വരുന്നത് മുമ്പ് ആന്റിഗണിയിലും ഒക്കെ ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ ധാർമ്മികത എന്ന് പറയുന്ന ബോധത്തിൻ്റെ, മൊറാലിറ്റി, എത്തിക്സ് എന്ന് പറയുന്നത് സിംഗുലറായിട്ടുള്ള ഒരു എത്തിക്സ്, ദൈവങ്ങൾ നിശ്ചയിച്ച് മനുഷ്യർ അനുസരിക്കുന്ന കൃത്യമായ ഒരു ധാർമ്മിക ലോകം ഉണ്ടോ? അത്തരമൊരു ധാർമ്മിക ലോകത്തിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? വൈരുദ്ധ്യങ്ങളുണ്ടോ? ആ വൈരുദ്ധ്യങ്ങളിൽപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളും എങ്ങനെ ഉഴലുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. ആന്റിഗണിയുടെ പ്രശ്നവും ഏതാണ്ട് ഇതുപോലെയുള്ളൊരു പ്രശ്നമാണ്. ആന്റിഗണിയുടെ 2 സഹോദരന്മാർ, ഒരാൾ കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റൊരാൾ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുന്നു. 2 പേരും കൊല്ലപ്പെടുന്നു. ആന്റിഗണിയുടെ അച്ഛൻ മാതുലൻ പറയുന്നു, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തവന് എല്ലാ ഉദകക്രിയകളും ചെയ്യുക, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ട്രൈറ്ററായിട്ടുള്ള വഞ്ചകനായ ആ മരുമകനെ പുറത്ത് വലിച്ചെറിയുകയും കാക്കകളും കഴുകന്മാരും കുറുക്കന്മാരും വന്ന് കൊത്തിവലിച്ച് അവൻ്റെ ശരീരം വികൃതമാകട്ടെ എന്ന് ഉത്തരവ് കൊടുക്കുകയും ചെയ്യുന്നു. ആന്റിഗണിയെ സംബന്ധിച്ചിടത്തോളം വഞ്ചകനാണെങ്കിലും വഞ്ചകനല്ലെങ്കിലും, രാജ്യസ്നേഹിയാണെങ്കിലും രാജ്യസ്നേഹി അല്ലെങ്കിലും, ഇത് 2 ആന്റിഗണിയുടെ സഹോദരന്മാരാണ്. ആ സഹോദരന്മാർക്ക് നൽകേണ്ട ഉദകക്രിയ ഒരു സഹോദരി എന്ന നിലയ്ക്ക് അവളുടെ ചുമതലയാണ്. അപ്പൊ രാജാവ് പറയുന്നത് അനുസരിക്കണോ, അതോ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ആചാരപരമായിട്ടുള്ളൊരു നിയമം അനുസരിക്കണോ? ഇവ തമ്മിൽ ഉള്ള സംഘർഷം ഉണ്ടാവുമ്പോൾ, ഇവ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവുമ്പോൾ എന്തിനെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലത്തെ ചോദ്യം. അമ്മയെ സംശയിച്ച അച്ഛൻ അമ്മയെ വെട്ടിക്കൊല്ലാൻ മകനോട് ആവശ്യപ്പെടുന്നു. മകൻ വെട്ടിക്കൊല്ലുന്നു. ആ മകൻ കൊന്നു കഴിഞ്ഞിട്ട് മകനോട് ചോദിക്കുന്നു, എന്താണ് വരം വേണ്ടതെന്ന്. മകൻ പറയുന്നു, അമ്മയെ ജീവിപ്പിക്കാൻ. അതോടെ പിന്നെ ഇന്ത്യയിൽ ട്രാജഡി ഇല്ലാണ്ടേ. ഇന്ത്യയിൽ പിന്നെ കോമഡി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ അതേ ചോദ്യം ചോദിച്ച് ഒറസ്റ്റസ് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നതിൻ്റെ ഫലമായി ഭൂമിക്കടിയിൽ നിന്നും ഭീമാകാരങ്ങളായിട്ടുള്ള രോഷദേവതകൾ ഉയർന്നു വരികയും ഈ ലോകം മുഴുവനും ഒറസ്റ്റസിനെ ഓടിക്കുകയും ദൈവങ്ങൾക്ക് തന്നെ മനസ്സിലായി തങ്ങളുടെ നിയമം ഉത്തമമല്ല, ശരിയല്ല എന്നറിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെയാണ് ട്രാജഡിയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. മലയാളത്തിൽ, ഇന്ത്യയിൽ നമുക്ക് ട്രാജഡി ഇല്ലാതെ പോയതിന് മായയാണ് എന്ന അർത്ഥത്തിൽ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ധാർമ്മികത എന്നത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു വ്യക്തിയിലും സമൂഹത്തിലും. അതേസമയം ധാർമ്മികത എന്ന് പറയുന്ന ഒരു ഏകരൂപകമായ ഒരു സങ്കല്പം, ഒരു തത്വം അതികഠിനമായ ദാരിദ്ര്യത്തിലും അതികഠിനമായ വ്യഥയിലും ജീവിക്കുന്ന മനുഷ്യരുടെ മേൽ ഏത് രീതിയിലാണ് അത് ബാധിക്കുന്നത്? എങ്ങനെയാണ് അവരോടുള്ള ധാർമ്മികത വേണ്ടത്? അവരുടെ ധാർമ്മികത എങ്ങനെയാണ് വേണ്ടത് എന്ന ചോദ്യം വളരെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. പാവങ്ങൾ വിക്ടർ ഹ്യൂഗോ യൂറോപ്പിൽ ഇത് എഴുതപ്പെട്ട സമയത്ത്, ആദ്യകാലത്ത് ഇത് വലിയ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതാണ് സത്യം. കാരണം ഒന്ന്, അതിൻ്റെ ദൈർഘ്യം തന്നെയായിരുന്നു. 1500 ചില്ലാനം പേജൊക്കെയാണ് അതിൻ്റെ ദൈർഘ്യം. പ്രസാധകന് തന്നെ സംശയമുണ്ടായിരുന്നു, ഇത് ആരെങ്കിലും വായിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് എഴുതിയപ്പോൾ അപ്റ്റൺ സിൻക്ലെയർ എന്ന് പറയുന്ന എഴുത്തുകാരൻ അതിനെക്കുറിച്ച് ഒരു വാചകം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു
നാലപ്പാട്ട് നാരായണ മേനോനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനമായി മാറിയത് എന്ന്. So long as there shall exist, by reason of law and custom, a social condemnation which in the face of civilization artificially creates hells on earth. സാമൂഹിക നിയമങ്ങളാൽ ഭൂമിയിൽ നരകങ്ങൾ സൃഷ്ടിച്ച് തുടരുന്നിടത്തോളം കാലം, and complicates a destiny that is divine with human fatality. ദിവ്യമായിട്ടുള്ള ഒരു വിധിയെ മനുഷ്യൻ്റെ മൃതത്വത്താൽ, മരണം, ഫെറ്റാലിറ്റി, മരിക്കാം എന്ന് പറയുന്നത് വെച്ചിട്ട് ആ ദിവ്യമായ ഒരു സങ്കല്പത്തെ രൂക്ഷിതമാക്കുന്ന ഒരു കാലത്തോളം, സോ ലോങ് ആസ് ദ 3 പ്രോബ്ലംസ് ഓഫ് ദ ഏജ്, ഈ കാലത്തിൻ്റെ 3 പ്രശ്നങ്ങൾ, ഒന്ന് ദ ഡീഗ്രഡേഷൻ ഓഫ് മാൻ ബൈ പോവർട്ടി, ദാരിദ്ര്യം കൊണ്ട് നീചമാക്കപ്പെടുന്ന മനുഷ്യൻ, ദ ruin ഓഫ് വിമൻ ബൈ സ്റ്റാവേഷൻ, വിശപ്പ് കൊണ്ട്, ഭക്ഷണമില്ലായ്മ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ, വേശ്യകളാവുന്നതിൻ്റെ അവസ്ഥയാണത്. ആൻഡ് ദ ഡ്വാഫിംഗ് ഓഫ് ചൈൽഡ്ഹുഡ് ബൈ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ നൈറ്റ്, കുട്ടികളെ കുള്ളന്മാരാക്കുന്നു. എങ്ങനെ? അത് ഫിസിക്കലായ, ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ഒരു നിശ കൊണ്ട്, രാത്രി കൊണ്ട് കുട്ടികളെ കുള്ളന്മാരാക്കുന്നിടത്തോളം കാലം ആർ നോട്ട് സോൾവ്ഡ്, അത് പരിഹരിക്കാത്തിടത്തോളം കാലം ഇൻ സർട്ടൻ റീജിയൻസ് സോഷ്യൽ ആസ്ഫിക്സിയ ഷാൽ ബി പോസിബിൾ. ചില ദിക്കുകളിൽ, ചില ഇടങ്ങളിൽ സൊസൈറ്റലായിട്ടുള്ള ശ്വാസം മുട്ട് സാധ്യമാകും. In other words, and from a yet more extended point of view, so long as ignorance and misery remain on earth, ഭൂമിയിൽ അജ്ഞതയും യാതനയും നിലനിൽക്കുന്നിടത്തോളം കാലം, ബുക്സ് ലൈക്ക് ദിസ് cannot be useless. ഇതുപോലുള്ള പുസ്തകങ്ങൾ ഉപയോഗപ്രദമല്ലാതിരിക്കാൻ സാധ്യതയില്ല. പാവങ്ങൾ ഇന്നും പ്രസക്തമാണ്.